വയനാട് ടൗൺഷിപ്പിന് ഈ മാസം 27-ന് വൈകുന്നേരം 4 മണിക്ക് തറക്കല്ലിടുമെന്ന് മന്ത്രി കെ രാജൻ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി ആശ്വാസകരമാണ്. സ്ഥലം ഏറ്റെടുക്കലിലെ സർക്കാർ ഉത്തരവ് കോടതി അംഗീകരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ കോടതി വിധി സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞതുകൊണ്ട് കോടതി വിധി ഞാൻ വിശദീകരിക്കുന്നില്ല. 4 കാര്യങ്ങളിലായി കോടതി കൃത്യതയോടുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, കഴിഞ്ഞ കുറേ കാലങ്ങളായി പല വിധങ്ങളിൽ നാം ചർച്ച ചെയ്തതുപോലെ മാധ്യമങ്ങൾ പല വിധത്തിലുള്ള ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രകടിപ്പിച്ചതുപോലെ ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് അവിടെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്ക് ഒരു തരത്തിലുമുള്ള സ്റ്റേയും ഏതെങ്കിലും വിധത്തിലുള്ള എതിരഭിപ്രായവും കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരാശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. 27-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് തറക്കല്ലിടുന്നതോടുകൂടി ഒരുപക്ഷെ ഇതുപര്യന്തമുള്ള കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ ആശയത്തിനും പുതിയൊരു മോഡലിനും കൂടി കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. സാധാരണ ദുരന്തമുണ്ടായാൽ ദുരന്തബാധിതർക്ക് കൊടുക്കാവുന്ന പണം കൊടുത്ത് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വേർപിരിയുന്ന ആണ് ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ. പൊതുവെ അങ്ങനെ പലതിലും നടത്താൻ പറ്റുമോ? അതിനൊരു തുക നിശ്ചയിക്കുകയും അത് കൈമാറുകയും ചെയ്യുക, അവർ ഭൂമിയെടുത്ത് വീട് വെച്ച് പോകട്ടെ എന്ന് കരുതുക. പക്ഷേ ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ദുരന്തബാധിതരായ ആളുകളുടെ ആവശ്യപ്രകാരം അവർക്ക് ഏറ്റവും അടുത്ത് ലഭ്യമാകുന്ന സ്ഥലത്ത് അവർക്കെല്ലാം കൂടി ഉപയോഗിക്കാൻ കഴിയുന്നൊരു ടൗൺഷിപ്പ്, കേവലം വീടുകൾ മാത്രമല്ല, വീടുകളോടനുബന്ധിച്ച് എന്തെല്ലാമാണോ ഒരു ടൗൺഷിപ്പിനുണ്ടാകേണ്ടത് അതെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഡിസൈൻ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള റോഡുകളും വായനശാലയും നേരത്തെ നമ്മൾ വിശദീകരിച്ചാണ്. ആ വിധത്തിലുള്ള നടപടിക്രമങ്ങളും ഒക്കെയായി ദുരന്തബാധിതർക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തിലൂടെ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ പലതിലും കേരളം ഉയർത്തിപ്പിടിക്കുന്ന മോഡൽ പോലെ ദുരന്ത നിവാരണത്തിലും ദുരന്ത പുനരധിവാസത്തിലും കേരളം ഒരു കേരള മോഡൽ ഉണ്ടാക്കുകയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, ഒരുപക്ഷെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ദുരന്ത നിവാരണത്തിന് അതോടൊപ്പം തന്നെ പുനരധിവാസത്തിനടക്കം കേരളം ഒരു മാതൃക കാട്ടുകയാണ്. ദുരന്തബാധിതർക്കായ ഒരു ടൗൺഷിപ്പ് ലോകത്തിന് തന്നെ ആദ്യമായിട്ടായിരിക്കും. കാരണം നമ്മൾ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇക്കാര്യങ്ങളിൽ. മറ്റന്നാൾ വൈകുന്നേരം 4 മണിക്ക് തറക്കല്ലിടുമ്പോൾ അതൊരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി, ഒരു ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം, അതെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വളരെ കൃത്യമായ ട്രാക്കിൽ തന്നെയാണ് കേരളം. ഇന്നലെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിന് കിട്ടിയ ഒരു ആശ്വാസമാണ്. ഒരുപക്ഷെ കുത്തിത്തിരിപ്പ് മാധ്യമങ്ങൾക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടി കൂടിയാണ്. തീർച്ചയായും ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പരാമർശവും ഒപ്പം തന്നെ എൽസ്റ്റോൺ എസ്റ്റേറ്റ് വീണ്ടും കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി. എന്തായാലും ഇന്നലെ മന്ത്രി തന്നെ വ്യക്തമാക്കിയത് കോടതി തന്നെ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ സർക്കാരിന് നടപടിയുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നിലവിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റിന് 26 കോടിയാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പോരാ, കൃത്യമായ കണക്ക് സർക്കാരിന്റെ കയ്യിലില്ല. എത്ര കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകണം എന്ന കണക്ക് സർക്കാരിന്റെ കയ്യിലില്ല എന്ന വാദവുമായിട്ടായിരുന്നു ഹൈക്കോടതിയെ എൽസ്റ്റോൺ എസ്റ്റേറ്റ് സമീപിച്ചത്. എന്നാൽ കൃത്യമായ നടപടികൾ ഒക്കെ പൂർത്തീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ പ്രവർത്തികൾ എന്തായാലും 27-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി അതിനെ തറക്കല്ലിടും എന്ന കാര്യം വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇതിൽ കാലതാമസം ഒന്നുമില്ലാതെ തന്നെയാണ് സർക്കാർ പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സ്ഥലം ഏറ്റെടുക്കലും സ്ഥലം കണ്ടെത്തലും ഉൾപ്പെടെയുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു. അതിനിടയിൽ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട ചില കാലതാമസം ഉണ്ടായി. അതിനപ്പുറം മറ്റൊരു തരത്തിലും സർക്കാർ ഈ കാര്യത്തിൽ കാലതാമസം വരുത്തിയിട്ടില്ല. കൃത്യമായ സമയക്രമം പാലിച്ചു തന്നെയാണ് നടപടികൾ ഓരോന്നും പൂർത്തിയാക്കുന്നത് എന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഉള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള മറുപടി കൂടി മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പൂരം കലക്കലിലെ അന്വേഷണം അത് ഇഴഞ്ഞു നീങ്ങുന്നു എന്ന വിമർശനം ഉണ്ടോ എന്ന ചോദ്യത്തിന് തനിക്ക് അങ്ങനെ ഒരു വിമർശനമില്ല, അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്നാണ് തന്റെ അറിവ് എന്ന കാര്യം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അങ്ങനെ ആരെയും അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാനുള്ള അനുമതിയുണ്ട്. അവർ ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യാൻ ഹാജരാകും എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, വിജിൻ വായന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.